ഷാലോം TV പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷമാണ് സഭയുടെയും സന്തോഷം. നമുക്കിന്നറിയാം, ആധുനിക കുടുംബങ്ങളിൽ സ്നേഹം വറ്റിപ്പോകുന്നുണ്ടോ? പാപ്പ ഈ പുസ്തകത്തിൽ പറയുന്നത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെ സന്തോഷമാണ്. പ്രഭാഷണ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവം സന്തോഷിക്കുന്ന മനുഷ്യ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുള്ള ആ ലയം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ സ്നേഹം, അത് വളർത്തേണ്ട യാഥാർത്ഥ്യമാണ്. ഈ ചർച്ചയിലേക്ക് നമ്മൾ വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്നു. നമുക്ക് സുപരിചിതരായ അതിഥികൾ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് അവരെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ആദ്യമായി തന്നെ തൃശ്ശൂർ അതിരൂപത ലൂർദ് കത്തീഡ്രൽ വികാരിയും കുടുംബങ്ങളെ ഏറെ സ്നേഹത്തോടെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വർഗീസ് കുത്തൂരച്ചനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് നമുക്ക് സുപരിചിതനായ ഫ്രാൻസിസ് മാഷിനെയാണ്. സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും തൃശ്ശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായ പ്രൊഫസർ KM ഫ്രാൻസിസ് മാഷിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിലേക്ക് നമുക്ക് അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ മേരി റെജീനയാണ്. ഡോക്ടർ മേരി റെജീന കേരള കാർഷിക സർവകലാശാല പ്രൊഫസറും തൃശ്ശൂർ അതിരൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ ആദ്യ വനിതാ സെക്രട്ടറിയുമാണ്. ഡോക്ടർ മേരി റെജീനയെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ ഈ ചർച്ചയിൽ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ സ്നേഹം എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം. ദാമ്പത്യം ഒരു വളർത്തേണ്ട യാഥാർത്ഥ്യമാണ്. ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി പ്രഭാഷകൻ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. ഇന്ന് ആധുനിക കുടുംബങ്ങളിൽ പലരും വിവാഹം കഴിഞ്ഞ് ഈ ഒരു സ്നേഹാനുഭവത്തിൽ വളരാൻ പറ്റാതെ വിഷമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദാമ്പത്യ സ്നേഹം വളർത്തിയെടുക്കേണ്ടത് തന്നെയാണ്, ഒരു വളർത്തേണ്ട യാഥാർത്ഥ്യമാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ചകൾ പ്രധാനമായിട്ടും പോവുക. മാഷേ, ഇന്നത്തെ കുടുംബങ്ങളിൽ ആദ്യ നാളുകളിലൊക്കെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ ബുദ്ധിമുട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണോ ഈ ദാമ്പത്യ ലയം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം സ്വാഭാവികമായിട്ട് സംഭവിക്കുമോ, അത് നമ്മൾ ബോധപൂർവം ശ്രദ്ധാപൂർവം വളർത്തിയെടുക്കേണ്ടതാണോ? നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ എന്താ അവരുടെ വീട്ടിൽ പ്രശ്നമുണ്ട്, അത് ആരംഭിച്ചു, അതെന്തോ അപ്രതീക്ഷിതമായ എന്തോ വന്നു ഭവിച്ച പോലെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിയൽ ഫാക്ട്, ഈ റിയൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, എത്ര നല്ല വിശുദ്ധനും വിശുദ്ധയും കല്യാണം കഴിച്ചാലും അവരുടെ ജീവിതത്തിലെ ആദ്യ നാളുകളിൽ അനേകം പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവാഹ സൽക്കാരത്തിലെ വീഞ്ഞ് തീർന്നുപോയി എന്നതിനെ ഒരു പ്രത്യേക രീതിയിൽ കാണുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഭൗതികമായൊരു കുറവല്ല അവിടെ ഈശോ ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് കുടുംബജീവിതത്തിലും ആ വിവാഹ വിരുന്നിലുണ്ടാകുന്ന സന്തോഷം 2-3 ആഴ്ച കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോകും. അപ്പോൾ ഈ അപ്രത്യക്ഷമാകുമ്പോൾ വചനം തന്നെ പറയുന്നുണ്ട്, അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. അപ്പോൾ ആ പരിഭ്രമം പിന്നീട് സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട, ആദ്യമേ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരും അവരുടെ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ശരിക്കുള്ള ഡ്രൈവർമാർ എന്നോട് പറയേണ്ടത് 10,000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും അവൻ ഒരു ഡ്രൈവറായി തീരുന്നത്. ഞാൻ കോളേജ് അധ്യാപകനായി ജോലി കിട്ടിയിട്ട് 10-15 വർഷം കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ തിരിച്ചറിയണത്. ഒരു വൈദികൻ്റെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ചാൽ
അനേകം പ്രതിസന്ധികളെ നേരിട്ടിട്ടാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഐഡിയൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒറ്റയടിക്ക് ആരംഭിക്കുന്നതല്ല. ജീവിതത്തിൻ്റെ ജീവിതാന്ത്യം വരെയുള്ള ഒരു ഫ്രെയിം വർക്കിൽ, ആ ജീവിതാന്ത്യം വരെയുള്ള കാലഘട്ടത്തിലേക്ക് പതുക്കെ 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 വളർന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് ഇതിനെ കാണണം. ഞാൻ ഉദാഹരണം പറയാൻ, ഒരു കർഷകൻ എങ്ങനെയാണ് ഒരു തെങ്ങ് നട്ടാൽ അവൻ എന്ത് ചെയ്യും? അതിനെ ഈച്ച വരും, പ്രാണി വരും, അപ്പോൾ അതിനെ വെട്ടിക്കളയും, മരുന്നടിക്കും, ചിലപ്പോൾ മഴവെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ അതിനെ അങ്ങനെ അതിജീവിച്ച് പഴയ വീഞ്ഞിനേക്കാൾ നല്ല വീഞ്ഞ് അവസാനം എത്തുമെന്നുള്ള ആ പ്രത്യാശയിലാണ് മുന്നോട്ട് പോകേണ്ടത്. മാഷ് പറഞ്ഞപ്പോൾ മാഷ് തുടക്കത്തിൽ പറഞ്ഞു, ഒരു വിശുദ്ധനും വിശുദ്ധയും വിവാഹം ചെയ്താൽ പോലും എങ്ങനെ, അല്ലെങ്കിൽ നല്ല വ്യക്തികളെന്ന് നമ്മൾ തോന്നുന്നവർ വിവാഹം കഴിച്ചാൽ പോലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഞാൻ ജീസസ് യൂത്തിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അനിയാണെങ്കിൽ സിസ്റ്ററാകുമെന്ന് ഉറപ്പിച്ച് സിസ്റ്റർമാർ വിചാരിച്ച ഒരാളാണ്. ഞാൻ വചനപ്രഘോഷണ വേദികളിൽ പലപ്പോഴും നിൽക്കുന്നതൊക്കെ ഇവരുടെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടെ കോളേജിൽ പോയി ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് വിവാഹത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുകയാണ്, പച്ചയായ മനുഷ്യൻ എന്നെ മനസ്സിലാക്കിയപ്പോഴും മനസ്സിലായി, ജീസസ് യൂത്തായിട്ടും എത്ര വലിയ വചനപ്രഘോഷമായിട്ടൊന്നും കാര്യമില്ല എന്ന് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് മനസ്സിലായിട്ടുണ്ട്. വലിയ ഒരു ചിത്രത്തിലാണ് ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് അനിയോട് പറഞ്ഞിട്ടുണ്ട് പലരും, വലിയ ആളാണ്, ഭയങ്കര ഇതൊക്കെയാണെന്നൊക്കെ. പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് പലപ്പോഴും ഈ തുടക്കത്തിൽ മനസ്സിലായത് നമ്മൾ വെറും ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പോലും നമ്മൾ എപ്പോഴാ വളർന്ന് വരുന്നത്? കൊച്ചുനാളുകളിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുന്നോട്ടുള്ള പഠനങ്ങളും സെമിനാറുകളും ചിലപ്പോൾ ധ്യാനങ്ങളും ഒക്കെ പങ്കെടുത്ത് വരുമ്പോഴാണ് നമ്മൾ തന്നെ ഒരു സ്വയം അവബോധത്തിലേക്ക് വരുന്നത്. എൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എവിടെയാണ്, നെഗറ്റീവ് പോയിൻറ്റ്സ് എവിടെയാണ്. അപ്പോൾ ഞാനും പതുക്കെ ഈ ഒരു നിരന്തരമായ വളർച്ചയാണ് വ്യക്തിപരമായിട്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്തുമാത്രം അതിൽ കരുതലോടെ വളരാനായിട്ട് കിടക്കുന്നുണ്ട്. അച്ഛൻ ഒരുപാട് വിവാഹങ്ങളൊക്കെ ആശീർവദിച്ചിട്ടുണ്ടാവും, ഒരുപാട് കുടുംബജീവിതങ്ങളെ അടുത്ത് കാണുകയും ഒരുപാട് കുടുംബങ്ങളെ കരുതുകയും ചെയ്യുന്ന അച്ഛൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ചില കുടുംബങ്ങളെ അച്ഛൻ കണ്ടിട്ടുള്ളതോ അച്ഛൻ സഹായിച്ചിട്ടുള്ളതോ ആയ എന്തെങ്കിലും അനുഭവങ്ങൾ അച്ഛന് പറയാൻ കഴിയും? എനിക്ക് 2-3 കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഈ ചോദ്യത്തിന് മുന്നിൽ മനസ്സിൽ വരണത്. ഒന്നാമത്തേത്, പട്ടം കിട്ടി വിവാഹങ്ങൾ ആശീർവദിക്കുന്നു. ദമ്പതികളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ എന്തുമാത്രം ആകാംക്ഷ കാണിക്കുന്നത് പോലെ തന്നെ ഒരു മാരേജ് ബ്ലസ് ചെയ്യാൻ വാസ്തവത്തിൽ ഞങ്ങളും ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചിലപ്പോൾ മെസ്സേജൊക്കെ പറഞ്ഞ് അങ്ങനെ. പക്ഷെ പതുക്കെ ചിലപ്പോൾ ആ ബ്ലസ് ചെയ്ത മാരേജിലെ ഭാര്യയും ഭർത്താവും വന്നിട്ട് പറയുന്നത് വെച്ചാൽ അതാണ് ക്ലിക്കായില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നു. ചിലപ്പോൾ നമ്മളായിരിക്കും അതിൽ ഇടപെടുന്ന, അല്ലെങ്കിൽ മൂന്നാമതൊരാളോട് നമ്മൾ ഇടപെടാനായിട്ട് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ധ്യാനത്തിന് വിടുന്നു. അങ്ങനെ പതുക്കെ ആ ദമ്പതികൾ അവരുടെ വഴക്കുകളും എല്ലാം അവസ്ഥകൾ മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളായി ആ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ആ രണ്ടുപേരും എടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ പിന്നിലുള്ളൊരു സാക്രിഫൈസ്. അത് വാസ്തവത്തിൽ അത് നന്നായിട്ട് പിന്നെ വല്ലപ്പോഴും കാണുമ്പോൾ ചോദിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യം തന്നെയാണ്. അച്ഛൻ അന്ന് പറഞ്ഞു, മറ്റേ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടാൻ പോയി, ഞങ്ങൾ കുറേയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി. അച്ഛാ, ഇത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. അതൊന്ന് മനസ്സിലാക്കി ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായാലേ ജീവിതം കുറേയും കൂടി എന്ന് വിചാരിച്ചിട്ട് അവർ 100% എത്തിയൊന്നും ഒരു ദമ്പതികളും ഒരിക്കലും പറഞ്ഞിട്ടില്ല വർഷങ്ങൾ പിന്നിടുമ്പോൾ. ഇനി വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതം. പട്ടം കിട്ടുമ്പോൾ എന്തോരം പഠിച്ചിട്ടാ 10, 12, ഇപ്പോഴാണെങ്കിൽ 14 വർഷമൊക്കെ പഠിച്ചിട്ട് അച്ഛനാകുന്നത്. പക്ഷേ പഠനവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരമുണ്ട്. പട്ടം കിട്ടി അച്ഛനായി, വികാരിച്ചനോട് കൂടെ കഴിഞ്ഞു, പിന്നെ ഒറ്റയ്ക്ക് വികാരിയായി, പിന്നെ പല ഉത്തരവാദിത്തങ്ങളും ചെയ്ത് വരുമ്പോഴാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ തനിമ ഞാൻ കൂടുതൽ ഭയങ്കര ബോധത്തോടെ മനസ്സിലാക്കുകയും അത് ജീവിക്കേണ്ടതാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത്. എല്ലാ ജീവിതാന്തസ്സിലും ഈ ഒരു വളർത്തിയെടുക്കേണ്ട അല്ലെങ്കിൽ നമ്മളെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള സൂചനയാണ്. അതുകൊണ്ടാണ് അച്ഛന്മാർക്ക് നിർബന്ധമായിട്ടും മാസധ്യാനമുണ്ട്, വാർഷിക ധ്യാനമുണ്ട്,
നിർബന്ധമായിട്ടൊരു ഓൺ ഗോയിങ് ഫോർമേഷൻ്റെ 3-4 ദിവസത്തെ. പക്ഷേ ദമ്പതികൾക്കും അത്തരത്തിൽ വേണം. പലപ്പോഴും ഇങ്ങനെ വിമുഖത കാണിക്കുന്നുണ്ട്. ഒരു ധ്യാനം കൂടാന്നൊക്കെ പറഞ്ഞാൽ ന്യൂജന് തോന്നും എന്താണത്, പക്ഷെ അത് ആവശ്യമാണെന്ന് തിരിച്ചറിയും. ശരിക്കും എല്ലാം പരസ്പരം മനസ്സിലാക്കാനുള്ള അവസരങ്ങളാണ് ഇതൊക്കെ നമുക്ക് തരുന്നത്. ശരിക്കും എനിക്ക് ശരിക്കും തോന്നുന്നു നമ്മൾ ഈ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടാവുന്ന ഈ വിള്ളലുകൾ ഇന്നത്തെ കാലഘട്ടത്തിലെ നവദമ്പതികൾക്ക് അതൊരു ഇത് സ്വാഭാവികമാണോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുക? ഞാൻ നേരത്തെ ഞങ്ങൾ പങ്കുവെച്ചപ്പോൾ ആലോചിക്കായിരുന്നു, അന്ന് ആദ്യ നാളുകളിലൊക്കെ നമ്മളിങ്ങനെ പല പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കടന്നു പോയെങ്കിലും വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ മാധുര്യവും സ്നേഹമൊക്കെ കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു വേണ്ടത്ര ഒരു തിരിച്ചറിവില്ലായ്മയാണോ ഈ ആദ്യ നാളുകളിലൊക്കെ ഇങ്ങനത്തെ വിള്ളലുകൾ ഉണ്ടാവാം, അത് സ്വാഭാവികമാണെന്നുള്ള തിരിച്ചറിവില്ലായ്മയാണെന്ന് തോന്നുന്നു ചിലപ്പോഴൊക്കെ വിവാഹമോചനത്തിലേക്ക് പോലും നയിക്കുന്നത്. എങ്ങനെയായിരിക്കും അവർക്കൊരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് മാഡത്തിന് എന്താണ് അവരോടൊന്ന് പങ്കുവെക്കാനുള്ളത്? എനിക്ക് തോന്നുന്നു ഇപ്പം അവരത് പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ ഒരു ഐഡിയലൈസ്ഡ് സിറ്റുവേഷൻ, ഈ അഡ്വർടൈസ്മെൻറ്റുകളുടെ ലോകത്തിൽ നിന്ന്, കമേഴ്ഷ്യലൈസേഷൻ്റെ ഒരു ലോകത്തിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ കിട്ടും. പക്ഷെ അതൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം 2 വ്യക്തികൾ, 2 കുടുംബങ്ങൾ, ചിലപ്പോൾ 2 ദേശങ്ങൾ, അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള സാമൂഹികവും സാംസ്കാരികവുമായ ഭക്ഷണ രീതികളിലെ പോലും വ്യത്യാസങ്ങൾ ഒക്കെ നമ്മളെ അത് ബാധിക്കും. ഇതൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ വീട്ടില് ബീൻസ് അരിയണ പോലെയല്ല ഇവരുടെ വീട്ടിൽ ബീൻസ് അരിയുന്നത്. അപ്പോൾ അപ്പച്ചനെ ഒരു ദിവസം ഇവള് ബീൻസ് അരിയുന്നത് കണ്ടിട്ട് അപ്പച്ചനെ ഇവളോട് ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ അരിയണേന്ന് ചോദിച്ചു. ഇവൾക്കത് വലിയൊരു നോർമലായിട്ട് അരിയണോ, ഞങ്ങളുടെ വീട്ടിലെപ്പോഴും ചരിച്ചാണ് അരിയാറ്. ഞാൻ ശരിക്കും അത് ആലോചിക്കും. അപ്പച്ചൻ വളരെ നല്ലൊരു അപ്പച്ചനാണ്. അപ്പച്ചൻ വലിയ മരിച്ചുപോയി അത്രയും സ്നേഹത്തോടെ ഞങ്ങൾ കരുതുന്ന അപ്പച്ചനാണ്. ഞാൻ അമ്മ ഹോസ്പിറ്റലിലാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന ആദ്യ നാളുകൾ അമ്മ ചേച്ചിയില്ലേ വീട്ടില്. അപ്പൊ എന്നോട് ഞാൻ കറി വയ്ക്കാൻ വേണ്ടി ബീൻസ് അല്ല കേബേജ് അരിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പഠിച്ച പോലെ അരിഞ്ഞു, ഇങ്ങനെ വെച്ച് ചെറുത്. അപ്പൊ അപ്പച്ചനോട് ചോദിച്ചു, മോളെ ഇങ്ങനെയാണോ കേബേജ് അരിയാൻ പഠിപ്പിച്ചിരിക്കുന്നത്? ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, 17 വർഷം മുമ്പ് ചോദിച്ചതാ. അപ്പൊ അത്രയും വ്യത്യസ്തതകളും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാം. വ്യത്യാസങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ എന്തോ ആ ഒരു ദിവസത്തേക്കുള്ള ഒരുക്കമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും നടക്കുക. അന്നത്തെ എങ്ങനെ ഒരു വലിയ ഇവന്റ് ആക്കാം, അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള റിയാലിറ്റീസിലേക്ക് വരുമ്പോൾ തീർച്ചയായും പ്രശ്നങ്ങളുണ്ടാകും. അല്ലെങ്കിൽ പ്രശ്നങ്ങളല്ലെങ്കിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ തട്ടലും മുട്ടലും, പണ്ട് പറയുന്ന പോലെ തട്ടിയും മുട്ടിയും ഒക്കെ തന്നെ ചട്ടിയും കലവും ആയതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അത് പൊട്ടാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമുക്കും ചിലപ്പോൾ അന്ന് ദൈവകൃപ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടതായിരിക്കും. അതായത് ഇപ്പൊ ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഭാര്യയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതിൽ എൻ്റെ ക്യാരക്ടറിന് നേരെ വിപരീതമാണ് വൈഫിൻ്റെ ക്യാരക്ടർ. ഉദാഹരണത്തിന് ഞാൻ രാത്രി 9 മണിയാവുമ്പോൾ കിടന്നുറങ്ങും, പുലർച്ചെ 3 മണിയാവുമ്പോൾ എണീക്കും. ഭാര്യ 3 മണിക്കാണ് ഉറങ്ങാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതെങ്ങനെ കോംപ്രമൈസിലെത്തും? ഞാൻ തിന്നുന്ന മീനല്ല അവള് തിന്നുക, അവള് തിന്നുന്ന മീനല്ല ഞാൻ തിന്നുക. എല്ലാ കാര്യത്തിലും നേരെ ഓപ്പോസിറ്റ്. പക്ഷേ ആ വൈവിധ്യം ആണ് യഥാർത്ഥത്തിൽ ഇത് പരസ്പരം കോംപ്ലിമെൻ്ററി ആണെന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട്. ദൈവം എല്ലാം ദ്വന്ദ്ങ്ങളായി സൃഷ്ടിച്ചു, അവ പൂർണ്ണങ്ങളെങ്കിലും പരസ്പര പൂരകങ്ങളെന്ന്. അപ്പം ഈ ഒരു യാഥാർത്ഥ്യം ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ മാഡം പറഞ്ഞ പോലെ ഇന്നത്തെ ചെറുപ്പക്കാർ വിവാഹം കഴിയുന്നതോടുകൂടെ തന്നെ എല്ലാം ഐഡിയലായിട്ട് നടക്കണം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെ. ഈ 1ഉം 2ഉം കുട്ടികളല്ലേ, അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കിയാണ് മക്കളെ വളർത്തുന്നത്. ഈ ഒരു പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നതുകൊണ്ടുമാണ് പെട്ടെന്ന് ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഇവര് ഇത് ഇട്ടെറിഞ്ഞ് പോകാനൊക്കെ. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഇവർക്ക് അറിയില്ല. ഒരു വ്യത്യാസം വരുമ്പോൾ പോലും അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പക്വതയും പഠിപ്പും ഒന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പനും അമ്മയും ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ മാത്രം കൊണ്ട് നടന്ന മക്കളായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് പരിഭ്രമിക്കുകയാണ് അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് അവരുടെ സാഹചര്യം അല്ലേ മാഷെ. നമുക്കിപ്പോൾ ഒരു ബൈറ്റ് കാണാം. ഇത് വിവാഹ ഒരുക്കത്തിന് വന്ന ചെറുപ്പക്കാര് അവർ വിവാഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ചില പ്രതീക്ഷകളാണ്. നമുക്കതൊന്ന് ഈ സമയത്ത് ശ്രദ്ധിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ വിവാഹം എന്ന് പറയുന്നത് മരണം വരെ തുടർന്നു കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വിവാഹത്തിന് വേണ്ടി ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയല്ല നമ്മൾ ഒരുങ്ങേണ്ടത്,
പകരം ആ ഒരു ജീവിതം മുഴുവൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അത് നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തും സഹകരിച്ചും ക്ഷമിച്ചും അംഗീകരിച്ചും അങ്ങനെ തുടർന്നു പോകേണ്ടത് ഒന്നാണ് കുടുംബജീവിതം. ആ ഒരു വിവാഹ ദിനത്തിന് വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ചിലവാക്കി ഒരു കല്യാണം നടത്തി ആ ഒരു 2 മാസമോ 3 മാസമോ കഴിയുമ്പോൾ അത് ഡൈവേഴ്സിൻ്റെ വക്കിലേക്ക് എത്തുന്ന സംഭവങ്ങളാണ് നമ്മളിന്ന് മുഴുവനും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ നമ്മൾ കേന്ദ്രീകരിക്കരുത്. പകരം ഒരു ജീവിതം മൊത്തം എങ്ങനെയായിരിക്കണം, അതെങ്ങനെ തുടർന്നു കൊണ്ടുപോകണം എന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ നമ്മൾ കണ്ടപ്പോൾ ആ കുട്ടി പ്രകടിപ്പിച്ച ആശങ്ക വളരെ ശരിയാണെന്ന് തോന്നുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ആലോചിക്കുക, ഞങ്ങൾക്ക് തന്നെ പരിചയമുള്ള ഒരു കുടുംബത്തിലൊക്കെ ഈ വിവാഹം കഴിഞ്ഞ് 1-1.5 വർഷം ആവണേ ഉള്ളൂ. ആ സമയത്തുണ്ടായ ചെറിയ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതോടുകൂടി ജീവിതം അവസാനിച്ചു, മുന്നോട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ ആദ്യ നാളുകളിൽ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെന്നും ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ടെന്നും ചിന്തിക്കണം എന്നാണ് മാഷൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അല്ലേ. വിവാഹത്തിൻ്റെ കഴിഞ്ഞതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ട് ഇതൊന്നും സംഭവിക്കില്ല. ബോധപൂർവം നമുക്ക് കുടുംബത്തിലേറെ സ്നേഹത്തോടെ വളർത്തിയെടുക്കാം. ഈ ആദ്യ നാളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒന്നും നമ്മൾ അത്ര വലിയ കാര്യമായി പരിഗണിക്കാതെ തന്നെ മുന്നോട്ട് പോകാം അല്ലേ. എങ്ങനെയായിരിക്കും പാപ്പ ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 134 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, വളരുന്നതിൽ പരാജയപ്പെടുന്ന ഒരു സ്നേഹം അപകട സാധ്യതയിലാണ്. അപ്പം ഇന്ന് ഏറെ കുടുംബങ്ങൾ അപകടങ്ങളിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ദാമ്പത്യ സ്നേഹം വളർത്തിയെടുക്കുന്നതിൽ അവർക്ക് വന്ന പരാജയമായിരിക്കാനാണ് സാധ്യത അല്ലേ മാഷേ? മാഷേ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. കാരണം ഈ ക്രൈസിസിനെ അതിജീവിച്ചിട്ടാണ് ഒരുവൻ വളരുക. അതായത് ഒരു ക്രൈസിസ് ഇല്ലാത്ത ഒരു മനുഷ്യൻ അവൻ വളർച്ച പ്രാപിക്കുന്നില്ല. അപ്പോൾ ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം വീഴുന്നുണ്ടെന്ന് എണ്ണിയാൽ നമ്മൾ ഭയന്നു പോകും. അത്ര അധികം പ്രാവശ്യം ഈ കുട്ടി വീഴുന്നു എണീക്കുന്നു വീഴുന്നു എണീക്കുന്നു, അങ്ങനെയാണ്. ആ വീഴ്ച ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ എങ്ങനെയാണ് വളർത്തേണ്ടത് അതിന് പാപ്പ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ വളർത്തുന്ന പ്രക്രിയയിൽ അതിലൂടെയാണ് നമ്മൾ പഠിച്ച് വരുന്നത്. അതിന് ചില അടിസ്ഥാന മാനദണ്ഡമുണ്ട് ഈ വളർത്തുന്നത്. ഇപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുടുംബജീവിതത്തിൽ കയറി വന്നു, അപ്പൻ്റെ ആഗ്രഹം, ഭർത്താവിൻ്റെ അപ്പൻ്റെ ആഗ്രഹം ഒന്ന്, ഭർത്താവിൻ്റെ ഒന്ന്, ഭാര്യയുടെ മറ്റൊന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ടാസ്ക് പൂർത്തീകരിക്കാനുള്ള കഴിവില്ലാതെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, വയലൻ്റായിട്ട് പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിക്കുമ്പോൾ ഇങ്ങനെയാണോ എന്നോട് പെരുമാറുക, എന്നെ വേദനിപ്പിച്ചു, എൻ്റെ അപ്പൻ ഇത്ര വയസ്സായിട്ട് പോലും എന്നെ ഒരു തെറി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അതുമ്മേ പിന്നെ വളരെയാണ് ചെയ്യണത്. ഈ സമയത്ത് എങ്ങനെ രക്ഷപ്പെടാം? ഭർത്താവാണ് തെറി പറഞ്ഞതെങ്കിൽ, ചീത്ത പറഞ്ഞതെങ്കിൽ ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ പറയാൻ തയ്യാറാവണം, എന്ത്, ക്ഷമിക്കൂ. ഭാര്യ ഇത് തിരിച്ചറിഞ്ഞിട്ട് പറയണം, സാരമില്ല. അതുമാത്രമല്ല, ഇവിടെ പലപ്പോഴും ചില വീടുകളിൽ ഒതോറിറ്റേറിയൻ നേച്ചറിലാണ് വളർന്നു വരിക. ഇപ്പോൾ അപ്പൻ എന്നോട് കൽപ്പിക്കുകയാണ്, ഡാ അതെടുത്ത് കൊണ്ടുവന്നേ, ഇതെടുത്ത് കൊണ്ടുവന്നേ. അപ്പോൾ അത് കുട്ടികളോട് പോലും, കുട്ടികൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത് കേൾക്കുന്നതേ ഇഷ്ടമില്ല. കാരണം അവർ ഇപ്പോൾ മക്കൾ എൻ്റെ വസ്തുവല്ല, എനിക്ക് തുല്യമായ വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ മക്കളുടെ വളർച്ചയിൽ ഭാര്യയോട്, ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ ഭക്ഷണം തടഞ്ഞു, അപ്പോൾ എനിക്ക് വെള്ളം വേണം. ഞാൻ ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? 2 രീതിയിൽ പെരുമാറാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നേ. ചില ആളുകൾ വിചാരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഒരു പുരുഷനായുള്ളൂ എന്നാണ്. മാർപ്പാപ്പ പറയുന്നത് അതിന് പകരം ഇങ്ങനെ പ്രതികരിക്കാം, പ്ലീസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവരുമോ ആലിസ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. മക്കളോട് ഫോഴ്സ് ഉപയോഗിച്ചാൽ അവർ റിബല്യസ് ആവുകയാണ് ചെയ്യുക. റിബല്യസ്. ആ റിബല്യൻ ഭാര്യ ഭർത്താവ് ബന്ധത്തിലുണ്ടാകും. ആ റിബല്യൻ ഒഴിവാക്കണമെങ്കിൽ നിരന്തരം ഉപയോഗിക്കേണ്ട 3 വാക്കുകളെ കുറിച്ചാണ് മാർപ്പാപ്പ പറയണത്. ദയവായി ക്ഷമിക്കുക, എനിക്ക് തെറ്റുപറ്റി, നന്ദി പറയുക. കാരണം
ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ഭർത്താവിൻ്റെ അവകാശമാണ്, ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത് എന്ന പോലെയാണ് ഞാനൊക്കെ ആദ്യം പെരുമാറിയിരുന്നത്. പലപ്പോഴും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഭാര്യയോട് നന്ദി പറയേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ സോറി പറയേണ്ട ആവശ്യം, മക്കള് വെള്ളം എടുത്തു കൊണ്ടൊരു താങ്ക് യു പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അത് പറയുമ്പോൾ ആ ബന്ധം കുറെ കൂടെ ഊഷ്മളമാവുകയാണ്, അല്ലെങ്കിൽ അത് കുറെ കൂടെ ആ സ്നേഹത്തിന്റെ സന്തോഷം ശരിക്കും അവിടെ. മാത്രമല്ല സാറേ, ഞാൻ എപ്പോഴാണ് നന്ദി പറയേണ്ടത്? ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഭാര്യയും മക്കളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത്. അത് ഓരോ അംഗത്തിനുണ്ടാകണം. അപരൻ എനിക്ക് ചെയ്തു തരുന്നത് ഞാൻ ഡിസർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് പലപ്പോഴും. അപ്പോൾ നന്ദി, ദയവായി, ക്ഷമിക്കൂ എന്ന വാക്കുകൾ തന്നെ പ്രയോഗിച്ചുകൊണ്ടാണ് ബന്ധങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇനിയും നമുക്ക് ഏറെ ചർച്ച ചെയ്യാനുണ്ട്. ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഈ ലയത്തിൽ വളരാൻ സാധിക്കും. ഈ ഒരു ചർച്ച നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് ഇതിൻ്റെ ചർച്ചയുമായിട്ട് നമ്മൾ മുന്നേറുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ദാമ്പത്യ സ്നേഹത്തിൻ്റെ എങ്ങനെ വളർത്താമെന്ന് കുറേ കൂടെ ഗൗരവമായ ചർച്ചയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. നമ്മളുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ സന്തോഷം നമുക്ക് സ്ഥിരം അനുഭവിക്കാൻ സാധിക്കണം. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചർച്ചകളുമായി നമ്മൾ കണ്ടുമുട്ടുന്നവരെ നമുക്ക് സ്നേഹത്തിൽ തുടരാം.